രാത്രി ലൈവില് സാബുവിൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കുകയാണ് ജിൻഡോ, സിജോ, ജാസ്മിൻ, ശരണ്യ എന്നിവരിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് സാബു പറയുന്നുണ്ട് ജിൻഡോന്റെ അടുത്ത് ആയിട്ട് എല്ലാവരുടെ അടുത്തായിട്ടും ജിൻഡോയ്ക്ക് ഈ വീട്ടിൽ ആരെയും വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. ജിൻഡോയ്ക്ക് ഇവിടെ ആരെയും വിശ്വാസമില്ല, ഗെയിമിലാണെന്നുണ്ടെങ്കിലും ഒന്നിലാണെങ്കിലും വിശ്വാസമില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് സാബു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആദ്യം തന്നെ സിജോ പറഞ്ഞു, അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് വിശ്വാസമില്ലാത്തവരുണ്ട് ഇവിടെ, പക്ഷെ ഞാൻ പറയുന്നില്ല ആൾക്കാരെ എന്ന് പറയുമ്പോൾ സാബു പറഞ്ഞു, എനിക്കൊരു 2 പേരെ പേര് പറ, വിശ്വാസമില്ലാത്ത 2 പേരുടെ പേര് പറ, അല്ലെങ്കിൽ ചതിച്ചു എന്ന് തോന്നിയ 2 പേരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു, പറ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം വരും, കലിപ്പാവും, പിന്നെ ഇവിടെ സീനാവും, അതുകൊണ്ട് ഞാൻ ആ പേരുകൾ പറയുന്നില്ല എന്ന് ജിൻഡോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല, അവരുടെ പേര് പറയേ, എന്നാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് പറഞ്ഞു, അങ്ങേര് പറയത്തില്ല, അങ്ങേര് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ ആ ആള് പിന്നെ എന്നെ സംശയിക്കുമല്ലോ എന്നുള്ള തോന്നലുണ്ട്, ആള് കൂടെ നിൽക്കില്ലല്ലോ, അതുകൊണ്ട് അങ്ങേര് മുഖത്ത് നോക്കി കാര്യം പറയില്ല എന്ന് ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ജിൻഡോ പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ലാത്ത ഒരാളാണ് ആ എഴുന്നേറ്റ് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ സാബു പറഞ്ഞു, അത് മുഖത്ത് നോക്കി പറയണ്ടേ, അല്ലാതെ ആൾ എഴുന്നേറ്റ് പോയതിന് ശേഷമാണോ പറയേണ്ടതെന്ന് സാബു ചോദിച്ചപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അല്ല, മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചാടി കളിക്കാൻ നിൽക്കും, പിന്നെ അവൾ അവിടെ നിന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കും, അതിന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സിജോ പറഞ്ഞു, ഇല്ല, ഞങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് കൈ കൊടുത്തിട്ടുണ്ട് എന്ന് സിജോയും ജിൻഡോയും കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മുമ്പ് ഞങ്ങൾ തമ്മിൽ നല്ല ശത്രുക്കളായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പരസ്പരം കൈകോർത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടമില്ലാത്ത ഗെയിമേഴ്സ് ആരാണ് എന്ന് അവിടെ സാബു നമ്മുടെ സിജോയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് സിജോ പറയുന്നുണ്ട്, ഒന്ന് നോറയാണ്, നോറയുടെ ഗെയിം കരച്ചിൽ നാടകം, ആ കരച്ചിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്, ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് നല്ല വ്യക്തമായ ധാരണയുണ്ട്, അതുകൊണ്ട് നോറയെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ഗെയിം പറയാൻ പറഞ്ഞപ്പോൾ ജിൻഡോന്റെ ഗെയിമിനെ കുറിച്ചും അവിടെ സിജോ പറയുന്നുണ്ട്, ഒരെണ്ണം എടുത്ത് വെച്ച് ആ ചെയ്യുന്നതിനെ എല്ലാവരും പറയുന്നത് അനുസരിച്ചാണെന്ന് ജിൻഡോ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്, അതിലൂടെ എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് അവിടെ ജിൻഡോ പറയുന്നുണ്ട്. എന്നിട്ടാണ് ജിൻഡോ പറയുന്നത്, ഞാനും സിജോയും കൂടി ഇപ്പോൾ കൈകോർത്തിരിക്കുകയാണ്, ഇപ്പം എനിക്ക് വിശ്വസിക്കാം സിജോയെ എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കൈകോർത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറഞ്ഞു, മുമ്പ് ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇട്ടിട്ടുള്ളത്, ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് ഒരു തീരുമാനം എടുത്താലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കൈകോർത്തിട്ടുള്ളത്, അങ്ങേരെ എന്നെ ചതിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാനും അങ്ങേരെയും ചതിക്കില്ല എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ സിജോയ്ക്ക് കൈ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അവർ കൈ കൊടുത്തിരിക്കുന്നത് പവർ റൂമിലുള്ള അവിടെയുള്ള അംഗങ്ങളെ നോമിനേഷനിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്, ഒരു ഗെയിം പ്ലാൻ, അതിനനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ നീക്കുപോക്ക് ചെയ്യുന്നതെന്ന് ജിൻഡോയും സിജോയും പറയുന്നുണ്ട്. സാബു ഇതെല്ലാം ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാബുവിന് ഇവരെ ഗെയിം പ്ലാനുകളും ഗെയിമൊക്കെ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവിടെ ഇരുന്ന് എല്ലാം കേട്ടുകൊണ്ട് രസകരമായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ സിജോയും ജിൻഡോയും ഒന്നിച്ച് ഗെയിം പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.